ഹലോ, നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങളൊക്കെ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം പൊതുജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. ആ പൊതുജനങ്ങളെ തെരഞ്ഞെടുത്ത എന്നെ പോലെ ഒരു മെമ്പറെ അനുസരിക്കാൻ നിങ്ങളെ പോലുള്ളവർക്ക് പറ്റിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കണ്ടെന്നേ. ഇനി ഇതിലൊരു സംസാരം ഇല്ല. എന്റെ പേരേ ഉണ്ണിയാർച്ച എന്നാ. ആ കോൺട്രാക്ടർ ബേബിയാ. റോഡ് പണിയിൽ മൊത്തം ഉടായിപ്പ്. ഞാൻ പൊക്കി സംഗതി കുഴപ്പാവുന്ന കണ്ടപ്പോഴേ കാല് പിടിക്കാൻ വിളിച്ചിരിക്കുന്നതാ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച എന്ന് പേര് പറയുന്ന? ആ പേരൊരു ചെറിയ കാര്യമാണ്. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞാൽ തന്റെ ഇടത്തിന്റെ പ്രതീകമാ. വടക്കമ്പാട്ടിലെ ഉണ്ണിയാർച്ചയെ പോലെ വേറൊരു കഥാപാത്രം ഉണ്ടോ? സത്യം പറഞ്ഞാൽ എന്റെ ഭാവി മുൻകൂട്ടി കണ്ട് എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേരാ ഉണ്ണിയാർച്ചയും. ഈ വടക്കമ്പാട്ടിലെ ഉണ്ണിയാർച്ചയും പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന എന്നല്ല പറഞ്ഞത്. ആണുങ്ങൾ കൊടികുത്തി വാഴുന്ന കളരികളായിരുന്നു അന്ന്. ആർച്ച പഠിച്ച് പയറ്റാൻ ഇറങ്ങിയതോടെ ഒറ്റ ആണുങ്ങളുടെ പൊടി പോലെ പിന്നെ കണ്ടിട്ടില്ല. സത്യത്തിലെ കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരിയായിരുന്നു ഈ ഉണ്ണിയാർച്ച. ആ ഉണ്ണിയാർച്ച എവിടെ നിൽക്കുന്നു? ഈ ഉണ്ണിയാർച്ച എവിടെ നിൽക്കുന്നു? രാഷ്ട്രീയം ആണുങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പയറ്റ് ജയിക്കാൻ ഇറങ്ങിയ എന്നെ പോലൊരാൾക്ക് ഉണ്ണിയാർച്ച എന്നല്ലാതെ എന്ത് പേരായിടുക? ഇവിടത്തെ ചില പോലീസുകാരായ ആണുങ്ങൾക്ക് പോലും എന്റെ അത്ര ധൈര്യമില്ല. നീ പോലീസുകാരെന്ന് ഉദ്ദേശിച്ചാരെ? സംശയം എന്ത്? സത്യേണ്ട തന്നെ. ആർച്ചേ, എന്നെ അറിയാന്നുള്ള ആരും പറയില്ല എനിക്ക് ധൈര്യമില്ലാന്ന്. പോലീസ് സ്റ്റേഷനിൽ മറ്റ് പലരും ഇടപെടാത്ത പല കേസുകളും ഞാൻ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യാറുണ്ട്. SI സ്വർണ്ണലത എപ്പോഴും പറയാറുണ്ട്, സാറിന് ഇവിടെ നിന്നാണ് ഇത്രയും ധൈര്യവും? സ്വർണ്ണലത അങ്ങനെയൊക്കെ പറയും. കാരണം സത്യേട്ടൻ അവരുടെ മേലാഫീസർ ആണല്ലോ. അവരുടെ പുകഴ്ത്തലൊന്നും ഞാൻ വിശ്വസിക്കില്ല. സത്യേണ്ട ധൈര്യം ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. എന്റെ ധൈര്യത്തിന് എന്തായാലും കുഴപ്പം? ആ ദിവാകരൻ എന്ന് പറഞ്ഞ ഗുണ്ട പരോളിലിറങ്ങി സത്യേട്ടന്റെ വീട് അന്വേഷിച്ചു എന്നും പറഞ്ഞ് ഇവിടെ കാണിച്ചു കൂട്ടിയ പരാക്രമം ഞാൻ മറന്നിട്ടില്ല. ഹോ, ഒരാളും അത്രയ്ക്ക് പേടിച്ചിട്ടില്ല. എന്റെ അമ്മോ. അവനാണ് ദിവാകരൻ. ഞാൻ ഇവിടെ ഒന്ന് വിളിക്കും. ഇവിടെ വിളിക്കട്ടെ ആർച്ചേ? അയ്യോ, അവ ഇവിടെ എത്തി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ സർവീസ് റിവോൾവർ എടുത്തൊന്ന് പൊട്ടിച്ചാലോ? അല്ലെങ്കിൽ അത് വേണ്ട, എന്തെങ്കിലും സംഭവിച്ചിട്ട് കോടതി കേസും ആവും. ആർച്ചേ, മുളക് പൊടി ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, വാതിൽ തുറക്കണം, മുളക് പൊടി അവന്റെ കണ്ണിലെറിയാം, പിന്നെ അവനൊന്നും കാണാൻ പറ്റില്ല. അവൻ ഇവിടെ എത്തി. സത്യേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചോ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. സത്യേട്ടൻ ഇവിടെ ഇല്ലെന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. അത് വേണ്ട, അവൻ നിന്നെ ഉപദ്രവിക്കും. ഇങ്ങനെയുള്ളവർക്ക് സ്ത്രീ എന്നുള്ള പരിഗണന അവര് തരില്ല. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം ആർച്ചേ, എന്തായാലും ഇത്രത്തോളമായി, ഇതുവരെ ആയില്ലേ? ഇനി നെഞ്ചും വിരിച്ച് ധീരമായി ഞാൻ അവനോട് നേരിടാൻ പോവാ. അതെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ധീരമായി പൊരുതിയാണ് ഞാൻ മരിച്ചത് നീ നാട്ടുകാരോടൊക്കെ പറയണം. അവസാനം എന്തുണ്ടായി? ദിവാകരൻ വന്നത് എന്നെ അന്വേഷിച്ച്. ദിവാകരൻ വരാൻ ഒരു അരമണിക്കൂറൂടെ വൈകിയിരുന്നെങ്കിൽ സത്യമായിട്ട് പേടിച്ച് ചത്തേന്. അന്നത്തെ ആ കാര്യം ഓർക്കുമ്പോ എനിക്ക് വടക്കമ്പാട്ടിലെ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. ഉണ്ണിയാർച്ചയും ഭർത്താവ് കുഞ്ഞിരാമനും കൂടെ നാദാപുരം അങ്ങാടിയിലൂടെ നടക്കുമ്പോ കുറെ ശത്രുക്കൾ അവരെ അങ്ങ് വളഞ്ഞു. കുഞ്ഞിരാമൻ ഇങ്ങനെ ആലില പോലെ വിറച്ചു. ഉണ്ണിയാർച്ച ചുരുകിയായിട്ട് പയറ്റാൻ ഇറങ്ങുന്നതിനിടയിൽ ഭർത്താവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല, ആണായ നിങ്ങൾ വിറയ്ക്കുന്നത് എന്തേന്ന്. അന്ന് ഇവിടെ നടന്നു അതൊക്കെ തന്നെയല്ലേ. ആർച്ചേ, ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ചെറുതായി കാണാൻ നോക്കണ്ട. പിന്നെ അന്ന് ദിവാകരന്റെ കേസ് എന്ന് പറഞ്ഞാൽ അത് ആരായാലും ചെറുതായിട്ടൊന്ന് പേടിക്കും. ചെറുതായിട്ട് പേടിച്ചാ ഓക്കെ. ഇത് അങ്ങനെ വല്ലതായിരുന്നോ? ഒരു SI സത്യപാലൻ. അതെ, എന്താ സത്യപാലന് കുഴപ്പം? നീ നേരത്തെ നിന്റെ പേരിൽ എന്തോ വിശേഷം പറഞ്ഞല്ലോ, അതിലും നല്ലതാ സത്യപാലൻ. സത്യത്തെ പാലിക്കുന്നവൻ.
ഒരു പോലീസുകാരന് ഇതിൽ നല്ല പേര് വേറെ ഇല്ല. പേരിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ പേര് സത്യേട്ടന് ചേരൂല. ചേരുന്നില്ലേ? എന്നെ പോലെ സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിൽ വേറെ ഇല്ല. 1 രൂപ കൈക്കൂലി വാങ്ങില്ല, മദ്യപിക്കില്ല, മറ്റു ദുശീലങ്ങളും ഒന്നുമില്ല, കള്ളവും പറയില്ല. നീ അതിനെ ചിരിക്കുന്നത്? കള്ളം പറയില്ലാന്ന് കേട്ടിട്ട് ചിരിച്ചു പോയതാ. ഞാൻ എപ്പോഴാ കള്ളം പറഞ്ഞേ? ഒരു കള്ളമല്ല, 1000 കേസ് ഞാൻ പറയാം. നീ 1000 കേസൊന്നും പറയണ്ട, ഒരു കേസ് പറ ആദ്യം. ആ ഡോക്ടറും ആലീസും കൂടെ അവിടെ താമസിക്കാൻ വന്നപ്പോ അവരെ ഓടിക്കാൻ വേണ്ടി സത്യേട്ടന് എന്തുമാത്രം കള്ളങ്ങളാ പറഞ്ഞത്. ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ആ ഡോക്ടർ അവിടെ ഇല്ലാത്ത നേരത്ത് അവിടെ ചെന്ന് ആലീസിനോട് പ്രേതകഥ പറഞ്ഞ ഓർമ്മയുണ്ടോ? വാ സാറേ, ഇരിക്ക്. ഞാനൊരു ചായ എടുത്തിട്ട് വരാം. അയ്യോ, ചായ ഇപ്പൊ വേണ്ട, ഞാൻ സ്റ്റേഷനിൽ നിന്നും കുടിച്ചു. ആഹാ. ഡോക്ടർ എത്താറായില്ലേ? വൈകിട്ടാകും, 5 മണിയാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങത്തില്ല. നല്ലതാ. ഇവിടെ വേറെ അസൗകര്യമൊന്നും ഇല്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഞാനിവിടെ അടുത്ത് താമസിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ എന്ന നിലയിൽ അത് എന്റെ ഉത്തരവാദിത്ത കുറവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല, നിങ്ങൾ രണ്ടുപേരല്ലേ ഇപ്പൊ ഇവിടെ ഉള്ളൂ? ആ ഉള്ളു. ഇത്രയും വലിയ വീടിന്റെ ആവശ്യമില്ല അല്ലേ സത്യത്തില്? ഇതാണ് സൗകര്യത്തിനൊത്ത് കിട്ടിയത്. അപ്പൊ ഈ താഴത്തെ 2 ബെഡ്റൂമും ഈ ഹാളും കിച്ചണും അത്രയല്ലേ ഉപയോഗിക്കണുള്ളൂ? മേളിൽ ഉപയോഗിക്കണ്ടാവില്ല അല്ലേ? മേളില് ബെഡ്റൂം ഉപയോഗിക്കുന്നുണ്ട്. അയ്യോ, അത് ഉപയോഗിക്കണ്ടോ? ആ ഉണ്ട്. എന്തേ? ഇല്ല, ഒന്നുമില്ല. എന്തേ? അല്ല, ഈ പറയാൻ വേണ്ടിട്ടൊന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. പക്ഷേ ഈ നാട്ടുകാര് പറഞ്ഞുണ്ടാക്കുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. എന്താ പ്രശ്നം? ഞങ്ങള് ഒരു 2-2.5 കൊല്ലം മുമ്പ് ഞങ്ങൾ ഇവിടെ താമസത്തിന് വരണ സമയം ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ജയകുമാറും പുള്ളിയുടെ വൈഫ് ശ്രീദേവി. ഈ ജയകുമാർ ഫൈനാൻസിങ്ങിന്റെ പരിപാടിയായിരുന്നു. അപ്പം നല്ല ബിസിനസ്സായിരുന്നു, നല്ല സഹായമായിരുന്നു. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇയാളുടെ ബിസിനസ് ലോസായി, നഷ്ടത്തിലായി. പുള്ളി ആകെ മാനസികമായിട്ട് തകർന്ന് ഈ കാശ് കിട്ടാനുള്ളവരെല്ലാം കൂടെ ഈ വീടിന്റെ മുമ്പ് ഒരു പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പരമാവധി അത് ഒത്തീർപ്പാക്കാൻ നോക്കി, പക്ഷെ എൻ്റെ കയ്യിൽ നിന്നില്ല. ഒരു ദിവസം ഈ ജയകുമാർ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഒറ്റ പോക്ക. അയ്യോ, അപ്പൊ ശ്രീദേവിയാ? ഭാവസ്ത്രീ. അവര് ഇയാൾ ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ് ഇവിടെ നോക്കിയിരുന്ന് മാനസികമായിട്ടും തകർന്ന് അവരൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഞാനും ആർച്ചയാ സഹായത്തിന് ഉണ്ടായിരുന്നതേ. അങ്ങനെ ആ സ്ത്രീ അവര് ഒരു ദിവസം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബെഡ്റൂമില്ലേ, അവിടുത്തെ ഫാനിൽ കയറി അങ്ങ് തോന്നി. അയ്യോ, ഇല്ല, എന്നിട്ട് എന്താണ് ആർച്ച രാവിലെ ഒന്ന് പരമാവധി വിളിച്ചു നോക്കി, തുറക്കണില്ല. പിന്നെ സ്റ്റേഷനിൽ എന്നെ അറിയിച്ചു. ഞാനും ഒരു പോലീസുകാരനും കൂടെ ഒന്ന് ചവിട്ടി തുറന്നപ്പോൾ ആ ഫാനിൽ സാരിയിൽ കെട്ടി തൂക്കി നിൽക്കുക. പക്ഷെ അതോടെ സംഭവം കഴിഞ്ഞു. പിന്നെ ഈ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാരോരോന്ന് പറഞ്ഞിങ്ങനെ ഇടയ്ക്ക് അവിടെ എന്തോ ലൈറ്റ് കാണുന്നുണ്ട്, സ്ത്രീയുടെ ഒച്ചപ്പാടും വിളിയും കേൾക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു പറച്ചിൽ കേട്ടു. പക്ഷെ അത് നമ്മൾ കാര്യമാക്കണ്ട, നാട്ടുകാർ പറയണ അന്നിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഏതാണ്ട് 2 കൊല്ലത്തോളം ഈ വീട് വാടകയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെയായിരുന്നു. ഒരു ഹൗസ് ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇച്ചിരി വാടക കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത് എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞു വെച്ചിട്ട് ഒരു ചതിക്ക് കൂട്ടുവയ്ക്കണത് ശരിയല്ലല്ലോ. അവിടെ എൻ്റെ മനസ്സാരും വെച്ചില്ല, ഞാനതുകൊണ്ട് അതങ്ങ് കളഞ്ഞു. പിന്നെ ഈ ബ്രോക്കർമാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തിനും തയ്യാറാവുമല്ലോ. അവസാനം ആലീസ് ഇവിടെ കയറി വന്നപ്പോ സത്യേട്ടൻ പുലിവാല് പിടിച്ചു. തക്ക സമയത്ത് ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നു, ഈ സത്യേട്ടൻ പെട്ടുപോയ. ആലിസേ, എനിക്ക് പെട്ടെന്നൊരു ഫോൺ വന്നു സ്റ്റേഷനിൽ നിന്നേ. അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്തോട്ട് പോകണം. ആലിസ് പോയിട്ട് ആർച്ച വന്നിട്ടോ? അയ്യോ, അത് പറ്റത്തില്ല, എനിക്ക് അപ്പുറത്തോട്ട് പോകാൻ പേടിയാ. ഞാൻ ഇച്ചായം വന്നിട്ടേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പുറത്തോട്ട് പോയേ പറ്റുള്ളൂ. സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അപ്പുറത്തോട്ട് ഇപ്പൊ പോകത്തില്ല. ഇത് വലിയ കഷ്ടമല്ല, പിന്നെ എനിക്ക് പുറത്ത് പോകണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വരാന്തയിൽ ഇരുന്നോളാം. അതൊന്നും ശരിയാവില്ല. ആലിസ് പോകാൻ നോക്കിയേ, പോ. കുട്ടി കരയാതെ പേടി അവിടെ പോയിരിക്കും. ഇതാരെ ആലീസോ? ഇതെന്താ പതിവില്ലാതെ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമല്ല.
ആലീസ് നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നീ വരാൻ വൈകുന്ന്. അപ്പൊ ആലീസ് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അല്ലേ ആലീസ്? അല്ലാതെ എന്താ? അതിന് ആലീസ് ഇതിനെ കരയുന്നേ? എന്തിനാ ആലീസ കരയുന്നേ? അതെന്താണെന്നറിയാമോ, അവിടെ നമ്മളെ പ്രേതം വന്നില്ലേ, ആ പ്രേതം വന്നതും ആ കഥ ആരോ പറഞ്ഞു, ആ ലൈറ്റ് കത്തിയതും കരച്ചിൽ കേട്ടില്ലേ, അതാ അതാ. അല്ലാതെ ഒരു പ്രശ്നമല്ല കേട്ടാ. എന്റെ ആലീസേ, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇപ്പൊ ആരെങ്കിലും വിശ്വസിക്കൂ? അവിടെ ഒരു മരണം നടന്നു എന്നുള്ള നേരാ. അതിനുശേഷം അവിടെ ലൈറ്റ് കത്തിയതും കരച്ചു കേട്ടൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാം. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എനിക്ക് സത്യമായിട്ട് മാത്രമല്ലേ അറിയൂ. കുറെ അലവലാതിയോടെ അവിടെ കള്ളുകൂടിയും ചീട്ടുകളിയായിരുന്നു. അവിടേക്ക് ആരും ചെല്ലാതിരിക്കാൻ അവന്മാരാ അവിടെ ലൈറ്റ് കത്തിച്ചതും കരച്ചിൽ കേൾപ്പിച്ചതും ഒക്കെ. ഒരു ദിവസം 2 പോലീസുകാരെയും കൊണ്ട് ഈ സത്യേട്ടൻ അവിടെ ചെന്ന അവന്മാരെ എല്ലാം പൊക്കി. അതോടുകൂടി പ്രശ്നവും തീർന്നു. ഈ കാര്യം സത്യേട്ടൻ ആരോടും പറഞ്ഞില്ല. അതുകൊണ്ട് നാട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്ന അവിടെ പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്നാ. അതിലേതെങ്കിലും ഒരു അലവലാതി ആയിരിക്കും ആലിസിനോട് ഈ കഥ പറഞ്ഞത്. സത്യാണോ? ആ, അവിടെ പ്രേതമില്ല, ഒന്നുമില്ല ആലീസേ. ഞാൻ സത്യം പറയുന്നേ. ധൈര്യമായിട്ട് പോ. സത്യമാണല്ലോ അല്ലേ? ആണ് ആലീസേ, ഞാനല്ലേ പറയുന്നേ. ശരി. അതിപ്പം എനിക്ക് ആ ഡോക്ടറെ ഇഷ്ടമല്ല. അവർ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കള്ളം പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്തുകൊണ്ടാ സത്യേട്ടൻ ആ ഡോക്ടർ ഇഷ്ടമല്ലാണ്ടായത്? സത്യേട്ടൻ എന്നെ സംശയമുള്ളതുകൊണ്ട്. സത്യേട്ടന് ശരിക്കും സത്യപാലൻ എന്നുള്ള പേരല്ല ചേരുന്നേ, സംശയപാലൻ എന്നുള്ള പേര്. ആർച്ചേ, എനിക്ക് നിന്നെ അങ്ങനെ സംശയമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് നിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഞാനെന്നല്ല വേറെ ആരായാലും സംശയിക്കും. എന്നിട്ട് ആ ഡോക്ടർക്ക് ആലീസിന് ഒരു സംശയമില്ലല്ലോ. കണ്ടാ, ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം. 2 വാചകം പറഞ്ഞ് അതിനിടയിൽ ഒരു പ്രാവശ്യം മൃഗത്തിന്റെ പേര് പറയും. സ്ഥിരമായിട്ട് ഒരാളെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കായാലും സംശയം തോന്നും. സത്യേട്ടൻ ഒന്ന് ഓർത്തു നോക്കിക്കേ. സത്യേട്ടൻ എന്നെ സംശയിക്കുന്ന പോലെ സത്യേട്ടനെ ഞാൻ തിരിച്ച് സംശയിച്ചാൽ സത്യേട്ടന്റെ ജീവിതം എന്താവും? അതിന് ഞാൻ സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ലല്ലോ. സാഹചര്യം ഉണ്ടാക്കണ്ടല്ലോ, എനിക്ക് വെറുതെ സംശയിക്കാമല്ലോ. അതല്ലേ സത്യേട്ടൻ തിരിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്നേ. സത്യേട്ടനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അന്ന് ശ്രമിച്ചു നോക്കിയപ്പോ സത്യേട്ടൻ ഇവിടെ ഉണ്ടാക്കിയ പുകിലൊന്ന് ഓർത്തു നോക്ക്. പ്രേമമൊക്കെ എവിടം വരെയായി? എന്റെ ആർച്ച, നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. എന്ന് വെച്ചാ എനിക്ക് ആരോടും പ്രേമമില്ല, ഒന്നുമില്ല. അപ്പൊ ഈ കത്തോ, രാവിലെ വന്ന ഫോൺ കോളോ? ആർച്ചേ, ആർക്കെങ്കിലും എന്നോട് പ്രേമം തോന്നി ഞാൻ എങ്ങനെ കുറ്റക്കാരനാവും? ഞാൻ അങ്ങോട്ട് പോയി ആരെങ്കിലും പ്രേമിച്ചാലല്ലേ ഞാൻ കുറ്റക്കാരനാവുള്ളൂ. സത്യേട്ടാ, സത്യേട്ടന്റെ ഒരു മനസ്സറിവില്ലാതെ ഒരു പെണ്ണ് സത്യേട്ടന് കത്തെഴുതിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് കിട്ടിയതോ സത്യേട്ടന്റെ പോക്കറ്റിൽ നിന്നും. അതെങ്ങനെ സത്യേട്ടന്റെ പോക്കറ്റ് വന്നു? കത്തെഴുതിയ ആളെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. കണ്ടുപിടിച്ചോ? ആര്? ആ ASI സ്വർണലത. സ്വർണലതയോ? ആർച്ചേ, ഞാനൊരു പോലീസുകാരനാണ്. എനിക്കിതൊക്കെ കണ്ടുപിടിക്കാൻ നിസ്സാര സമയം മതി. എന്നാലും ഈ സ്വർണലതയുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചു. എന്ത്? അല്ല, ഞാൻ തന്ത്രപൂർവ്വം ഒന്ന് ആലോചിച്ചപ്പോഴാണ് സ്വർണലതയാണ് പ്രതിയെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം തന്നെ ഞാൻ ക്യാബിനിൽ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. എന്ത് ചോദിച്ചു? അല്ല, നേരിട്ടൊന്നും ചോദിച്ചില്ല. ഞാനിങ്ങനെ വളച്ചൊടിച്ച് ചോദിച്ചു. അതല്ലേ കാര്യം മനസ്സിലായത്. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. അവള് കാണിച്ച തോന്നിയ അവസരം നീ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. നാളെ ഉണ്ടല്ലോ, ആ സ്വർണലതയുടെ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കും, സ്വർണലതേ, നിന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ട. നിന്റെ താളത്തിന് തുള്ളുന്ന ഒരു കോന്നനല്ല ഞാനെന്ന് അവള് നാളെ മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അവളുടെ ഒരു കത്തും ഫോൺ വിളിയും. എന്തായാലും ഇപ്പൊ നിന്റെ സംശയം മാറിയല്ലോ. എനിക്കതിന് സത്യേട്ടന് നേരത്തെയും സംശയം ഇല്ലായിരുന്നല്ലോ. എനിക്കെങ്ങനെ സംശയം ഉണ്ടാവാനാ? കത്തെഴുതിയതും ഞാൻ, ഫോൺ ചെയ്തതും ഞാൻ. പിന്നല്ലാതെ സത്യന്റെ ഈ മുടിഞ്ഞ സംശയത്തിന് ഒരു അവസാനം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച പദ്ധതിയാ ഇത്. സത്യൻ ഓരോരുത്തരുടെ പേരും പറഞ്ഞ് എന്നെ സംശയിക്കുമ്പോ ഞാൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് സത്യൻ അറിയോ? സത്യന്റെ പോക്കറ്റിൽ കത്തിട്ടത് ഞാനാ. സത്യട്ടാ, സത്യന്റെ പോക്കറ്റിൽ കത്ത് കൊണ്ടിടാൻ എനിക്കല്ലാതെ വേറെ ആർക്ക് പറ്റും? പഞ്ചായത്തിൽ നിന്ന് പുതിയ സിം കാർഡ് കിട്ടിയപ്പോ അത് ഈ ഫോണിലിട്ടു. ഇതിന്നാ വിളിച്ചത്. സൗണ്ട് മാറ്റുന്ന ടെക്നോളജിയൊക്കെ ഇതിലുണ്ട്. ഇന്ന് രാവിലെ സത്യേട്ടൻ ഹരിദാസിന്റെ കാര്യവും പറഞ്ഞ് എന്നോട് വഴക്കിടാൻ വന്നപ്പോ ഈ ഐഡിയ പ്രയോഗിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു.
അന്ന് ഞാൻ സത്യം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോരാഞ്ഞിട്ട് ആ ASI സ്വർണ്ണലതയുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിയാൻ. സ്വർണ്ണലത എന്നെ തല്ലാനാ? അവർക്കെല്ലാം എന്നെ ഭയങ്കര ബഹുമാനമാണ്. ബഹുമാനം അതൊക്കെ പുറമേ കാണിക്കുന്നല്ലേ സത്യേട്ടാ? ഉള്ളിൽ ഇപ്പൊ എന്താന്ന് ആർക്കറിയാം? ഉള്ളിലും അത് തന്നെയാണ്. സത്യേട്ടൻ അവർ ഉള്ളിൽ കയറി നോക്കിയിട്ടുണ്ടോ? സത്യേട്ട ആളുകൾ കാര്യം സാധിക്കാൻ പലതും പറയും, അതൊന്നും ശരിയാവണമെന്നില്ല. നിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കും, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആ പവിത്രനാണ്. ഒരു കാര്യം ചെയ്യാം, പവിത്രനോട് ചോദിക്കാം, നീ പറയുന്നതാണോ ശരി അതോ ഞാൻ പറയുന്നതാണോ ശരി. അവനാകുമ്പോൾ നമ്മളെ രണ്ടുപേരും നല്ലപോലെ അറിയാലോ. ചോദിക്കാം, പക്ഷെ സത്യേട്ട പോലീസ് ഭാഷയിൽ വിരട്ടി അവനെ കൂടെ നിർത്താൻ നോക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാ ബാ. എൻ്റെ സാറ്, ഞാൻ ആ സന്തോഷിന്റെ കേസിന്റെ കാര്യം പറഞ്ഞിട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി സാറേ. സാറൊന്ന് ഇടപെട്ടാൽ നിമിഷ നേരം കൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അങ്ങനെ നിമിഷ നേരം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള അതിസമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പവിത്രന് അറിയാം അല്ലേ? അതെന്ത് ചോദ്യം സാറേ. സാറ് നമ്മുടെ ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഈ പരിസരത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ, സാറ് പോലീസുകാരനാകാൻ വേണ്ടി മാത്രം ജനിച്ച വ്യക്തിയാണ്. പവിത്ര, പവിത്രന്റെ വീട്ടുകാരൻ കുടിശ്ശിക പഞ്ചായത്തിൽ അടച്ചായിരുന്നു. ഇല്ല മെമ്പർ, അതെന്നാ വെച്ചാൽ അടുത്ത ആഴ്ച പൈസ റെഡി ആവുള്ളൂ. എങ്ങനെ അവധി കിട്ടിയതെന്ന് അറിയാലോ. അറിയാം. മെമ്പർ ഒറ്റൊരാൾ കാരണം. മെമ്പർ ഇത് ഇടപെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആകെ കുഴഞ്ഞു പോവുള്ളായിരുന്നു. ഇനി ഒരു കാര്യം പറയാലോ, മെമ്പറെ പോലെ നല്ല മനസ്സുള്ളവർക്ക് ഒരു മെമ്പർ ആകാൻ പറ്റുള്ളൂ. സത്യം, മെമ്പറാകാൻ വേണ്ടി മാത്രം ജനിച്ചതാ. പവിത്ര, ഒന്ന് അകത്തോട്ട് പോവാ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇരിക്കും പവിത്ര, ഞാനേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. സാറേ, എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാണ്. ഇപ്പൊ കഴിയൂടോ, ഒരു 2 മിനിറ്റ്. പവിത്രം പുറത്ത് നിന്ന് എന്നെ പൊഴുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ? പിന്നെ സത്യമായിട്ട് പറഞ്ഞല്ലേ? അതോ സന്തോഷിന്റെ കേസിന്റെ കാര്യത്തിന് വെറുതെ പുകഴ്ത്തിയതാണോ എന്നാണ് സത്യേട്ട ചോദിക്കുന്നത്. സാറിനെ ഞാനെന്തിനാ വെറുതെ കൊടുത്തുന്നത്? അത് മാത്രമല്ല, ഈ സന്തോഷിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നിസ്സാര കേസല്ലേ ഉള്ളൂ, ഒരു പലിശ തർക്കം. അപ്പൊ എന്നെ പറ്റി പറഞ്ഞതോ? പരമാർത്ഥം മെമ്പർ എന്നെ സഹായിച്ച കാര്യമാണല്ലോ. പവിത്ര, സത്യം പറയാൻ പേടിക്കൊന്നും വേണ്ട. ഇനിയിപ്പം കരമടയ്ക്കാൻ അല്പം വൈകി എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞൊന്നും വീഴൂല. നിങ്ങൾ രണ്ടുപേരോട് ഇപ്പൊ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടിരുത്തിയേക്കുന്നതിന്റെ കാര്യം തന്നെ, അതൊന്ന് പറയാവോ? പവിത്ര, എന്റെ പേരിനെ കുറിച്ച് പവിത്രന്റെ അഭിപ്രായം എന്താണ്? എന്നാ സത്യപാലൻ എന്ന പേര് എങ്ങനെ ഉണ്ടെന്ന്? സത്യപാലൻ എന്നുള്ള പേര് നല്ല പേരല്ലേ? ആ, സത്യപാലൻ എന്ന പേര് സത്യേട്ടന് ചേരുന്നുണ്ടോ എന്നാണ് സത്യേട്ട ചോദിച്ചത്. സത്യപാലൻ എന്നാൽ സത്യത്തെ പാലിക്കുന്നവൻ എന്നാണല്ലോ. എന്റെ മെമ്പർ ഒരു പേരിനകത്തൊക്കെ ഇപ്പൊ എന്നായിരിക്കുന്നു? നമ്മൾ ജനിക്കാൻ നേരം നമ്മുടെ അച്ഛനും അമ്മയും ഒരു പേരിടുന്നു, അത്രേ ഉള്ളൂ, ഒരു പേര്. അപ്പൊ പവിത്രം പറഞ്ഞു വരുന്നത് സത്യപാലൻ എന്ന പേര് സത്യേട്ടന് ചേരുന്നില്ല, സത്യേട്ടന്റെ സ്വഭാവമായിട്ട് ചേരുന്നില്ല എന്നാ. പവിത്ര, ഈ വടക്കം പാട്ടിൽ വലിയൊരു കഥാപാത്രമുണ്ട്, ഉണ്ണിയാർച്ച. വലിയ കളരി അഭ്യാസിയാ. ആ പേര് ഇവക്ക് ചേരുന്നുണ്ടോ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, 10ാം ക്ലാസ് വരെ കഷ്ടിച്ച് പിടിച്ചൊരു പാവപ്പെട്ടവനാണ് ഞാൻ. നിങ്ങൾ ഈ കടിച്ചാൽ പൊട്ടാത്ത ചോദ്യമൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്നാ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്? ശരി, ഈ നാട്ടുകാർക്ക് എന്നെ കൊണ്ടാണോ ഇവളെ കൊണ്ടാണോ കൂടുതൽ ഉപകാരം? അത് പറയും, അത് പറ. ഒരു സാധാ പോലീസുകാരന് ഈ നാട്ടിൽ ഒന്നും ചെയ്യാനില്ല. നാട് നന്നാവണമെങ്കിൽ പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പർമാരും വേണം. പവിത്ര, ഒരു പോലീസുകാരില്ലാത്ത നാട്ടിലെ അവസ്ഥ എന്താവുമെന്ന് പവിത്രന് അറിയാമോ? എന്തുകൊണ്ടും പോലീസുകാരെ കൊണ്ട് തന്നെയാണ് ഗുണം. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം കള്ളനെ പിടിക്കാൻ വേണ്ടി പോലീസ് വേണം, പഞ്ചായത്ത് ഭരിക്കാൻ വേണ്ടി മെമ്പർ വേണം. അതല്ലേ അല്ലേ അതിന്റെ ഒരു ശരി എന്ന് പറയുന്നത്? ശരി, പവിത്രൻ ഞങ്ങളെ രണ്ടുപേരെ അറിയാലോ. അറിയാം. വ്യക്തിപരമായി ഞങ്ങൾ രണ്ടുപേരിൽ ആരാ നല്ലത്? പവിത്ര, ഈ ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് പവിത്രന് ഇവിടെ നിന്ന് പോവാം. പറയേ, ഞങ്ങൾ ആരാ നല്ലത് പറ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. മെമ്പറാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പോലീസുകാരുടെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കും. ഇനി സാറാണ് നല്ലതെന്ന് പറഞ്ഞാൽ മെമ്പർ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങളിവിടെ സ്നേഹിച്ച് കെട്ടിയും പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് ഇവിടെ ഇരിക്കും. 2 പേരോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയുക, എനിക്ക് വേറെ പണിയുണ്ട്. പവിത്ര, ആ സന്തോഷിന്റെ പലിശ കേസിന്റെ കാര്യമല്ലേ, നിങ്ങൾ പോലീസുകാരെല്ലാം കൂടെ ചേർന്ന് അവനെ അങ്ങ് തൂക്കി അങ്ങ് കൂട്ടി. അതെ, വീട്ടുകാരത്തിന്റെ കാര്യമല്ലേ, പഞ്ചായത്തുകാരെല്ലാരും കൂടെ വന്ന് എന്റെ വീട് ജപ്തി ചെയ്തോണ്ടങ്ങ് പോകും. ഞാൻ വല്ല കടത്തുന്നതിലും പോയി കിടന്നു. പക്ഷെ എന്ത് ചെയ്യുമെന്ന് വെച്ചോണേ, അരി മേടിക്കാൻ വേണ്ടി നെട്ടോട്ട് കൊടുത്ത പാവം പിടിച്ചവനെ പിടിച്ച് 2 പേരെ നടുക്കൊണ്ടിരുത്തിയിട്ട് കിസ്മത്സരം നടത്താൻ നിങ്ങൾക്ക് നേരമുണ്ട്, എനിക്കതിന് സമയമില്ല. അല്ല പിന്നെ
ഈ പവിത്രനെ ഈയിടെയായിട്ട് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. ശരിയാ, ഞാനും ശ്രദ്ധിച്ചു. ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞവൻ ഇങ്ങോട്ട് വരട്ടെ. ഒന്നും ചെയ്തു കൊടുക്കരുത് ആർച്ചേ. സത്യത്തിന് ചായ വേണം. കടുപ്പത്തിലൊരു ചായ എടുക്കും.